പ്ലീസ് ആരു, ഒരേയൊരുമ്മ എന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അർജുൻ മുന്നിൽ വന്നു നിന്നത്. എടാ അർജുനെ എന്ന് വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി. ബേഗ് തിരിച്ചു വന്നു. നിന്റെ ഫ്രണ്ടിനെ ഇങ്ങനെ ഉപേക്ഷിച്ചു പോകുമോ? ഇവൻ ഇവിടെ എന്തൊക്കെ പുകയുണ്ടാക്കിയെന്നറിയാമോ? ശരി, നിങ്ങൾ മുന്നിൽ നടന്നോ, ഞാൻ പുറകെ വരാം. എനിക്ക് നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റായി അറിയില്ല എന്നവൾ പറഞ്ഞു. അർജുൻ വണ്ടി മുന്നോട്ടെടുത്തപ്പോൾ അവൾ അവനെ പിന്തുടർന്നു. അവൻ്റെ ഫ്ലാറ്റിന് മുന്നിൽ വണ്ടി നിർത്തി. അവനെ സാവധാനം റൂമിലെത്തിച്ച് ബെഡിലേക്ക് കിടത്തി. അപ്പോഴേക്കും അർജുനും സോഫയിൽ മയങ്ങിയിരുന്നു. രണ്ടുപേരും കണക്കാം എന്ന് സ്വയം പറഞ്ഞ് തലയിടിച്ചുകൊണ്ട് അവൾ മോരും വെള്ളം കലക്കിക്കൊണ്ടുവന്ന് രണ്ടുപേരെയും നിർബന്ധിപ്പിച്ച് കുടിപ്പിച്ചു. അർജുനോട് വാതിൽ ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ സ്വന്തം റൂമിലേക്ക് പോയി. പിറ്റേന്ന്, എടാ അർജുനെ, വാതിൽ തുറക്കടാ പോത്തെ എന്ന് വർഷയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൻ കണ്ണു തിരുമ്മി സാവധാനം എഴുന്നേറ്റത്. എന്താ വർഷേ, നീ സ്വപ്നത്തിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നതാണോ അതോ എൻ്റെ തോന്നലാണോ എന്ന് ചോദിച്ചപ്പോൾ, എടാ തെണ്ടി, ആദ്യം വാതിൽ തുറക്കടാ എന്ന് അവൾ മറുപടി പറഞ്ഞു. അയ്യോ, ഇത് സത്യമായിട്ടും എന്താണല്ലേ എന്ന് കരുതി അവൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഗുഡ് മോർണിംഗ് വർഷ എന്ന് പറഞ്ഞ് അവൻ സോഫയിൽ പോയി ഇരുന്നു. നിനക്ക് ഗുഡ് മോർണിംഗിൻ്റെ കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞ് വർഷ അർജുൻ അടിക്കാൻ തുടങ്ങി. എടി, ഞാനിപ്പോൾ എന്ത് ചെയ്തെന്നാ നീ ഇങ്ങനെ തല്ലുന്നത്? ഓ, ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്ന കണ്ടില്ലേ? ലിമിറ്റിൽ കുടിക്കണമെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? നീ കുടിക്കുന്നത് പോരാഞ്ഞിട്ട് അവനെ കൂടെ കുടിപ്പിച്ചു നശിപ്പിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് വർഷ അർജുൻ്റെ മുടി പിടിച്ചു വലിച്ചു. ആ സമയത്താണ് യേശ് എഴുന്നേറ്റ് വരുന്നത്. അർജുൻ ഇതൊക്കെ കണ്ടിട്ട് നല്ല റൊമാൻറ്റിക് മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. എടാ പട്ടി, അവൾ എന്നെ ഇട്ടു തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണോ നിനക്ക് റൊമാൻസ്? ആദ്യം ഇതൊന്ന് നിർത്താൻ നോക്ക്, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. തല്ലി തളർന്ന വർഷ തന്നെ ഇരുന്നു. അമ്മോ, രക്ഷപ്പെട്ടെ എന്ന് പറഞ്ഞ് സോഫയിൽ നിന്ന് എഴുന്നേറ്റ് യേശിൻ്റെ അടുത്ത് പോയിരുന്നു. തമാശക്ക് പോലും തല്ലുന്ന ഒരു കിറുക്ക് എന്ന് പിറുപിറുത്തുകൊണ്ട് അർജുൻ എഴുന്നേറ്റു. രാത്രി ആരാധ്യയുടെ റൂമിന് മുന്നിൽ പോയി വലിയ പ്രശ്നമുണ്ടാക്കിയെന്ന് കേട്ടല്ലോ. ഞാനൊന്നും ചെയ്തില്ലല്ലോ. ദേ ഇവനാ, അർജുൻ യാഷിനെ ചൂണ്ടിക്കാട്ടി. ആ പെണ്ണിനെ മറന്ന് ഒരു ദിവസമെങ്കിലും സമാധാനമായി ഇരിക്കാം എന്ന് കരുതിയാൽ അപ്പോഴും കുടിച്ച് ബോധമില്ലാതെ അവിടെ ചെന്ന് ആകെ സീനുണ്ടാക്കും. അർജുൻ, ഞാനാണോ ചെയ്തത്? ബാറിൽ നിന്ന് വന്ന് സുഖമായി കിടന്നിറങ്ങിയതല്ലേ ഞാൻ. എൻ്റെ പൊന്നുമോനെ, നീ വന്ന് കിടന്നതല്ല, ആരാധ്യ നിന്നെ താങ്ങിക്കൊണ്ടുവന്ന് കിടത്തിയതാണ്. ആണോ? അവളാണോ എന്നെ കൊണ്ടുവന്നത്? എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. നിങ്ങൾ കാണിച്ചു കൂട്ടിയ പുകയില കാരണം ഓണർ ആരുവിനെ റൂമിൽ നിന്ന് ഇറക്കിവിട്ടു. എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ കരഞ്ഞുകൊണ്ടവൾ എന്നെ വിളിച്ചിരുന്നു. അതിന് കരയുന്നെന്തിനാ? ഇങ്ങോട്ട് വരാൻ പറ. യേശും ആരും ഇവിടെ നിൽക്കട്ടെ, ഞാൻ നിൻ്റെ റൂമിലേക്ക് വരാം. മർഷിൻ്റെ കരണത്തൊന്ന് പൊട്ടിച്ചു. ആരുവിനെ ഞാൻ എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. വേഗം റെഡിയായി വാ. ഞങ്ങൾ എന്തിനാ വരുന്നത്? അവിടെ ലഗേജൊക്കെ ആര് ചുമക്കും? ഇനിയും ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ എൻ്റെ കയ്യിൽ നിന്നും ഇനിയും കിട്ടും. വേഗം റെഡിയാവാൻ നോക്ക്. എല്ലാവരും റെഡിയായ ശേഷം കാറിൽ യാത്ര തിരിച്ചു. ഞാൻ ഇന്നലെ രാത്രി അവിടെ അടുത്ത് പോയി വഴക്കുണ്ടാക്കിയോ? എത്ര ആലോചിച്ചിട്ടും യാഷിനൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. വർഷം മുകളിലേക്ക് പോയി ആരുവിനെ സഹായിച്ച ബാഗുകളെല്ലാം താഴേക്ക് എത്തിച്ചു. അർജുൻ അതെല്ലാം എടുത്ത് കാറിൻ്റെ ഡിക്കിയിൽ വെക്കുകയാണ്. യാഷ് തനിക്കിതൊന്നും ബാധകമല്ല എന്ന ഭാവത്തിൽ പുതിയ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആരു ദേഷ്യത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് താഴേക്ക് വന്ന അയൽവാസി ആരാധ്യയോട് ചോദിച്ചു, എന്താ താമസം മാറിക്കൊണ്ടുപോവുകയാണോ? സാർ, ഇന്നലെ രാത്രി നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? പാവം, ആ കുട്ടിക്ക് ഓണറിൽ നിന്ന് നല്ല ചീത്തയെ കളിക്കേണ്ടി വന്നു. ആരുവിൻ്റെ മുഖത്തേക്ക് നോക്കി യാഷ് ചോദിച്ചു. ഞാനെന്ത് ചെയ്തു? അതെന്താ സാർ, നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലേ? ഷർട്ട് ഊരി അവിടെ വലിയ ബഹളമായിരുന്നല്ലോ. ആരാധ്യ പറഞ്ഞു. ആര് ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ താൻ എന്തോ വലിയ അബദ്ധം കാണിച്ചിട്ടുണ്ടെന്ന് യാഷിന് ഉറപ്പായി. അവൻ ആ പെൺകുട്ടിയെ നോക്കിയൊന്ന് ചമ്മിയെ ചിരിച്ചിരിച്ചു. എല്ലാവരും കാറിൽ കയറിയിരുന്നു. അടുത്തുള്ളൊരു പെൺകുട്ടി യാഷിനെ നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ മനഃപൂർവ്വം അവൾക്ക് ഹായ് കൊടുത്തു. അതുകൊണ്ടതും ആര് ദേഷ്യപ്പെട്ട് അവൻ്റെ കൈ പിടിച്ചു വലിച്ചു. ആ കൊച്ചിന് ഹായ് കൊടുത്താൽ നിനക്കെന്താ ഇത്ര കുഴപ്പം? എൻ്റെ കൂടെ നടക്കരുതെന്ന് നീ പറയും, ഇനിയിപ്പോൾ വശത്തുള്ളവരുടെ കൂടെ നടക്കരുതെന്നാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ വീണ്ടും തല പുറത്തേക്കിട്ട് ഹായ് ബേബി എന്ന് കൊഞ്ചിക്കൊണ്ട് വിളിച്ചു. ഉടനെ ആര് അവൻ്റെ കോളറിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചു. അർജുൻ, നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എന്ന് പറഞ്ഞ് ഇവരുടെ കാട്ടായം കണ്ട് മുന്നിരിക്കുന്ന അർജുനും വർഷം ചിരിക്കുന്നുണ്ടായിരുന്നു. എടാ അർജുൻ, ഇവിടെ എന്താ കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ എന്ന് യശ് പറഞ്ഞത് ആരുവിൻ്റെ ദേഷ്യം ഇരച്ചു കയറി. അവൾ യാഷിൻ്റെ തുടയിൽ നോക്കി നല്ലൊരു നുള്ള കൊടുത്തു. അമ്മ എന്നവൻ ഉറക്കെ നിലവിളിച്ചു. എന്തിനാണ് ഇത്ര ശക്തിയായി നുള്ളെന്ന് എന്ന് ചോദിച്ചവൻ തുട തടവാൻ തുടങ്ങി. ആരും ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. രാത്രി ചെയ്ത് പോരാഞ്ഞിട്ടാണോ രാവിലെ തന്നെ തുടങ്ങിയത് എന്നവൾ മനസ്സിൽ പെറുപുറുക്കുന്നുണ്ടായിരുന്നു. നീ എന്താ സ്വയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്?
ധൈര്യമുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറ. കുടിയന്മാരോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, അവൾ പറഞ്ഞു. എങ്ങനെ ഇങ്ങനെയാക്കിയത് നീ തന്നെയല്ലേ എന്നവൻ തിരിച്ചു ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, അർജുൻ ദേഷ്യപ്പെട്ടു. അതോടെ രണ്ടുപേരും മിണ്ടാതായി. അതിനിടയിൽ 4 പേർക്കും കഴിക്കാനുള്ള ടിഫിൻ പാഴ്സൽ വാങ്ങി അവർ വന്നു. വർഷയുടെ മുറിയുടെ അടുത്തുള്ള ഒഴിഞ്ഞ മുറിയിൽ സാധനങ്ങളെല്ലാം അടുക്കി വെച്ച്. ആവും, ഒരു പണി കഴിഞ്ഞു. വർഷ, വേഗം വാ, എനിക്ക് വിശന്നിട്ട് വയറ്റിൽ എലികൾ ഓടുന്നു. വേഗം ആഹാരം കഴിക്കണം എന്ന് അർജുൻ അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ആരും അവർക്ക് പിന്നാലെ പോകുന്നത് കണ്ട് യാഷ് അവളെ അരക്ക് ചുറ്റിപ്പിടിച്ച് അകത്തേക്ക് വലിച്ചു കയറ്റി വാതിലടച്ചു. നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ച് അവൾ നോക്കുമ്പോൾ അവൻ താഴേക്ക് നോക്കുകയാണ്. അവളുടെ ചുരിദാർ അല്പം നീങ്ങി വയറിൻ്റെ ഭാഗത്തേക്കായിരുന്നു അവൻ്റെ നോട്ടം. അവൾ പെട്ടെന്ന് ദേഷ്യത്തോടെ മാറിയെന്ന് ശരിയാക്കി അവനെ ദേഷ്യത്തോടെ നോക്കി. എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? നീ തന്നെ കാണിച്ചു തന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിയ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും, അവൻ പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം കാണിച്ചതല്ല, അബദ്ധത്തിൽ ഡ്രസ്സ് നീങ്ങിയതാണ്. ഇങ്ങനെ നാണമില്ലാതെ നോക്കി നിൽക്കണമെന്നുണ്ടോ? സൗന്ദര്യം കാണിച്ചു തരുമ്പോൾ നോക്കാതിരിക്കാൻ ഞാനെന്താ പ്രതിമയോ? ഞാൻ ഒറിജിനൽ ആൺകുട്ടിയാണ് എന്ന് മീശ പിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ചീ, നിങ്ങളെന്നോട് ഇനിയും സംസാരിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ച് അവൾ പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവൻ വീണ്ടും അവളെ അടുത്തേക്ക് വിളിച്ചു. ഇതൊട്ടും ശരിയല്ല. ഇന്നലെ രാത്രി കുടിച്ചു വന്ന് നിങ്ങൾ വലിയ പ്രശ്നമുണ്ടാക്കി. എല്ലാവരും എന്നെ എങ്ങനെയാണ് നോക്കിയതെന്നറിയാമോ? ഇപ്പോഴും നിങ്ങൾ അത് തന്നെയാണ് ചെയ്യുന്നത്. എന്നൊക്കെ നിങ്ങളോട് ഇത്ര തോന്നാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ടപ്പോൾ അവൻ കുറച്ച് മാറി നിന്നു. ആരും അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെ വിട്ടയച്ചതല്ലേ, പിന്നെന്തിനാ ഇപ്പോഴും കയറിയുന്നത്? വാ, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. എനിക്കൊന്നും വേണ്ട, നിങ്ങൾ പോയി കഴിച്ചോ, അവൾ ദേഷ്യത്തോടെ മറുപടി നൽകി. ഇതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ആദ്യം ആ കരച്ചിലൊന്ന് നിർത്ത്. എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല, അവൻ കടുപ്പിച്ച് പറഞ്ഞു. എപ്പോഴും എന്തെങ്കിലും ചെയ്യുക എന്നത് മാത്രമാണോ നിങ്ങളുടെ പണി എന്ന് ചോദിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് കണ്ണുകൾ തുടച്ച് പുറത്തേക്ക് നടന്നു. അപ്പോഴേക്കും അർജുനും വർഷയും ഭക്ഷണം കഴിഞ്ഞ് TV കാണുകയായിരുന്നു. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് യാഷ് അവളെ വിളിച്ചു. നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവിടെ ഇരുത്തി. അവൾക്കായി ദോശ വിളമ്പിക്കൊണ്ട് മിണ്ടാതെ ഇരുന്ന് കഴിക്കാൻ നോക്ക് എന്നവൻ ഗൗരവത്തിൽ പറഞ്ഞു. യാഷ് ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു. പെട്ടെന്ന് ഹാളിൽ ഇരുന്നിരുന്ന് അർജുൻ വിളിച്ചു ചോദിച്ചു. ഡേ യാഷ്, ഞാൻ ഫസ്റ്റ് ഷോക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്. നിങ്ങൾ 2 പേർക്കും കൂടി വേണം? യാഷ് ആരുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. കേട്ടില്ലേ, നമുക്ക് സിനിമക്ക് പോയാലോ? അയ്യോ, സിനിമക്കൊന്നും ഞാനില്ല, അങ്ങനെയുള്ള പരിപാടികളൊന്നും എൻ്റെ ശീലമല്ല, അവൾ പറഞ്ഞു. വീട്ടിൽ ഇത്രയും വലിയ TV ഉണ്ടല്ലോ, പിന്നെന്തിനാ വെറുതെ പുറത്തു പോയി സിനിമ കാണുന്നത്? എനിക്ക് കുറച്ച് പ്രൊജക്റ്റ് വർക്കുകൾ ചെയ്യാനുണ്ട്, അതൊക്കെ ബാക്കിയാണ്. അവളുടെ മറുപടി കേട്ടു. എൻ്റെ അമ്മേ, ഇതൊന്നും നിർത്തുമോ എന്ന് പറഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് അവൻ അർജുനെ നോക്കി. മനസ്സിലായി, നിങ്ങൾ വരുന്നില്ലല്ലോ, ഞാൻ ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തു. ഞങ്ങൾ തിരിച്ചു വരുന്നവരെ അവർ എന്താണെന്ന് ഇവളെ പഠിപ്പിച്ചേക്ക് എന്ന് അർജുൻ പറഞ്ഞു. ഉച്ചക്ക് ആരും ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാവരും വളരെ ആസ്വദിച്ചു കഴിച്ചു. യാഷ് ആരുവിൻ്റെ പ്രൊജക്റ്റ് വർക്കിൽ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അർജുനും വർഷക്കും സിനിമയ്ക്ക് പോയി. നേരത്തെ വളരെ പ്രയാസമുള്ള കാര്യമായി തോന്നിയിരുന്ന കോഡിംഗ് യാഷ് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആരുവിന് വളരെ എളുപ്പമായി തോന്നി.